ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുതര സാമ്പത്തിക ക്രമക്കേടിൽ സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് വിശദമായി പരിശോധിക്കും. ഡിജിറ്റൽ ഓൺലൈൻ വരുമാനങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ നൽകിയില്ലെന്ന് ഓഡിറ്റർ കോടതിയെ അറിയിച്ചിരുന്നു. ഓൺലൈൻ വഴിപാടുകളിലും ഡിജിറ്റൽ പണമിടപാടുകളിലും ഗുരുതര ക്രമക്കേടുണ്ടെന്ന് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാജേഷ്, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാകും കോടതി പരിഗണിക്കുന്നത്? ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാര്യങ്ങളിൽ കുറച്ച് നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതിൽ പൂർണ്ണമായും അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഡിജിറ്റലൈസ് ചെയ്യാനും അതിന്റെ കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യണമെന്നുള്ള കാര്യമെല്ലാം കോടതി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ധാരാളം ഹർജികൾ പല സമയത്ത് കൊടുത്ത മറ്റു ഹർജികളും ഹൈക്കോടതിയിലുണ്ട്. ഈ ഹർജികളാണ് ഇപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണനയ്ക്കെത്തുക. പ്രധാനമായും പരിശോധിക്കുക, 42 വർഷങ്ങളായിട്ട് അവിടെ കിട്ടിയ സ്വർണം വെള്ളി ഉരുപ്പിടികൾ അതിന്റെ മൂല്യം നിർണ്ണയിച്ചിട്ടില്ല. സാധാരണ എല്ലാ വർഷവും സാമ്പത്തിക വർഷം ഇതിന്റെ കൃത്യമായ കണക്ക് എടുത്ത് അതിന്റെ മൂല്യം നിർണ്ണയിച്ച് ഇത്ര ആസ്തിയുണ്ട് എന്നുള്ളത് തിട്ടപ്പെടുത്താറുണ്ട്. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മളത് കണ്ടാണ് ഇത്തരത്തിൽ മൂല്യനിർണ്ണയം നടത്തുന്നത്. അതുപോലെ ഗുരുവായൂർ 42 വർഷമായി ഇങ്ങനെയുള്ള കാര്യത്തിന് മൂല്യം നിർണ്ണയിച്ചിട്ടില്ല. അവിടെ എത്രത്തോളം ഈ ഇതുപോലുള്ള ഓഫറിങ് അല്ലെങ്കിൽ ഭക്തർ കൊടുക്കുന്ന സ്വർണം നാണയം അല്ലെങ്കിൽ വെള്ളി നാണയം ചില രൂപങ്ങൾ അങ്ങനെ പല വിധത്തിൽ അവിടെ ഇതുപോലെ സ്വർണവും വെള്ളിയും വരുന്നുണ്ട്. ഇത് ഒരു കണക്കില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഇത്രയും വർഷമായി ഇത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഈ കാര്യമൊക്കെ ഓഡിറ്റ് ഒബ്ജക്ഷനായി ഓഡിറ്റ് പറഞ്ഞിരുന്നു. ഇതിനൊന്നും മുന്നോട്ട് ദേവസ്വം ബോർഡ് മുൻകൈയെടുത്ത് അവിടുത്തെ സ്വാഭാവികമായ രീതിയിലുള്ള ഒരു അച്ചടക്കത്തോടുള്ള കണക്കൊന്നും ഇപ്പോഴും നിലവിലില്ല. അതെല്ലാം ഓരോ ഹർജിയിലും വിവിധ ആവശ്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് പരിഗണിച്ച് ഓരോ നിർദ്ദേശങ്ങൾ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനാണ് കോടതി ഹർജികൾ ഇന്ന് തന്നെ വീണ്ടും പരിഗണിക്കുന്നത്.